നവകേരള സദസ്സ് നാളെ സമാപിക്കാനിരിക്കെ തിരുവനന്തപുരത്ത് വ്യാപക അക്രമം. കാട്ടാക്കടയിലും കുറ്റിച്ചലിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനമിടിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അൻസൽദാസിന് ഗുരുതരമായി പരിക്കേറ്റു. തലസ്ഥാന ജില്ലയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും മുഖ്യമന്ത്രിക്കെതിരെ വ്യാപക പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാട്ടാക്കടയിലും കുറ്റിച്ചലിലും നെയ്യാറ്റിൻകര പരശുവക്കലിലും മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു. കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ ശ്രമിച്ച പ്രവർത്തകർക്കിടയിലേക്ക് പോലീസ് വാഹനം ഇടിച്ചു കയറ്റിയെന്ന് പരാതി. പോലീസ് വാഹനം ശരീരത്തിലൂടെ കയറിയിറങ്ങി കോൺഗ്രസ് കാട്ടാക്കട ബ്ലോക്ക് സെക്രട്ടറി അൻസൽദാസിന് ഗുരുതര പരിക്കേറ്റു. കാട്ടാക്കടയിലും കുറ്റിച്ചലിലും പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഏറ്റുമുട്ടി. കാലിന് ഗുരുതര പരിക്കേറ്റ അൻസലിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ബോധപൂർവം ആക്രമണം നടത്തിയെന്ന് പരിക്കേറ്റ അൻസൽദാസ്. കരിങ്കൊടി കാണിച്ച് മുഖ്യമന്ത്രിയുടെ വണ്ടി കടന്നു പോയി തൊട്ട് പുറകിലുള്ള വെള്ള ഇന്നോവ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവിടെ ഇട്ട് ഡിഫിക്കാരന്മാരും പോലീസുകാരും കൂടെ കുതിര തള്ളുകയായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു കാല് ഇത് ഒടിഞ്ഞിട്ടുണ്ട്, ആരും അടിക്കില്ലെന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടൊന്നുമില്ല. നല്ല കുതിര തള്ളുകയായിരുന്നു. വെഞ്ഞാറമൂട് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു. ഇന്നലെ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുഹേലിന്റെ വീടിന് നേരെയായിരുന്നു ആദ്യ ആക്രമണം. പിന്നാലെ CPM പ്രവർത്തകൻ നജാമിന്റെ വീടും ആക്രമിക്കപ്പെട്ടു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.